ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിന്റെ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒലി ബോർഡിന്റെ CGL 2024 പ്രിലിംസിന്റെ, അതേപോലെ CGL അല്ലെങ്കിൽ CHSL വേണ്ടി യൂസ് ചെയ്യാം. CHSL എല്ലാ എക്സാംസിനും വേണ്ടി യൂസ് ചെയ്യാം. അതിന്റെ മാത്സിന്റെ ലൈവ് മോക്ക് 18 മെയ് 2024 നടന്ന എക്സാമിന്റെ ലൈവ് മോക്കിന്റെ സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ ലൈവ് മോക്കുകളെല്ലാം പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എവിടെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത എക്സാം പ്രാക്ടിക്കൽ മെത്തേഡ്, പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡ്സിലുള്ള സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക. പ്ലേലിസ്റ്റുകൾ ഒരുപാടുണ്ട്, അതെല്ലാം എടുത്ത് പഠിച്ചു തുടങ്ങുക. ചാനലിന്റെ കാര്യം എല്ലാവർക്കുമായിട്ട് മാഗ്നാമെന്റർ മലയാളം ചാനൽ കേരളത്തിലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സുകളിൽ പോലും കിട്ടാത്തവരെയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ വീഡിയോസ് എല്ലാം കണ്ട് കാര്യങ്ങൾ പഠിച്ച് നോട്ട് എഴുതി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കുമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ബാർ ഗ്രാഫ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ എക്സാമിന് എങ്ങനെ ചെയ്യണം, ഒരു എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ, ഒരു എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടത്, വളരെ കുറഞ്ഞ സമയത്തിൽ എക്സാം തീർക്കാൻ എങ്ങനെ ചെയ്യണം എന്നാണ്. അതുകൊണ്ടാണ് ഈ ലൈവ് മോക്ക് ഞാൻ ഇവിടെ തുടങ്ങിയത്. ഏകദേശം 10 ക്ലാസ്സോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് 10 ക്ലാസ് എന്ന് പറയുമ്പോൾ 10 × 25 250 ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 10-ൽ കൂടുതലായി, എനിക്ക് തോന്നുന്നു 12ഓളം ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ആണ്, നമ്മളെല്ലാ സൊല്യൂഷനും ലൈവ് മോക്കിന്റെ സൊല്യൂഷൻ എല്ലാം എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, അതൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യും, സെറ്റ് ആക്കും, അതൊക്കെ മെയിൻറ്റെയിൻ ആക്കും, ബാക്കി പ്ലേലിസ്റ്റുകളും എല്ലാം കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പ്രിന്റേഴ്സ് മാനുഫാക്ചർഡ് ബൈ കമ്പനി ബി ടു ദാറ്റ് ഓഫ് ഈ 16:7 ആണ്, then the number of printers sold by company is what percentage more or less than the number of printers sold by company B. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് തന്നിട്ടുള്ളത്, റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. 16 B 16 ആണെങ്കിൽ ഈ എത്രയാണ്, 7 ആണ്. ഇവിടെ തന്നിട്ടുള്ളത് പെർസെന്റേജ് ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ആണ്. ഇവിടെ മാനുഫാക്ചർ ആണ്. B 16 മാനുഫാക്ചർ ചെയ്തെങ്കിൽ ഈ എത്രയാണ്, 7 മാനുഫാക്ചർ ചെയ്തത്. അപ്പൊ നമ്പർ ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ബൈ കമ്പനി, ഇപ്പൊ നമ്പർ ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ബൈ കമ്പനി എന്ന് പറഞ്ഞാൽ ഇതിന്റെ 7ന്റെ 80% അപ്പൊ 7ന്റെ എത്രയാണ്, 4/5 ആണ്. അപ്പോൾ ഈസ് വാട്ട് പെർസെന്റേജ് മോർ ഓർ ലെസ് ദാൻ, ഇപ്പോൾ ലെസ് ദാൻ കഴിഞ്ഞുള്ളത് നമ്മൾ ലെഫ്റ്റ് എഴുതും. നമ്പർ ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ബൈ കമ്പനി ബി. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ബി 16ന്റെ എത്ര ശതമാനം സോൾഡ് ചെയ്തത്, ബി 28%. 28% എന്ന് പറയുമ്പോൾ 4/, ഓക്കെ, 7/25, 4 വെച്ചിട്ട് 7/25. ആ 25ന്റെ ഈ 5 രൂപ ഇവിടെ 5 വരും, 5 ഇങ്ങ് മേളിൽ പോവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 4 ഇതൂടെ 4 7 വെട്ടി 4 × 5 1/4 25%. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത് കിട്ടുന്നതും സംഭവങ്ങളെല്ലാം പെർസെന്റേജ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത് എത്ര കൂടുതലാണ്, അതിന് എന്ത് മതി, റേഷ്യോ മതി. ഇങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്, ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതല്ല, പക്ഷേ ബിഗിനേഴ്സ് എങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറയുന്നത്. യെസ്, ഓക്കെ, യെസ്, ഓക്കെ. എ ബി സിയുടെ ഏരിയ തന്നിട്ടുണ്ട്. ഡി മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ്, ഇ മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്, ഇ ഡി പാരലൽ ടു എ സി ആണ്, ഏരിയ ഓഫ് ബി ഡി. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ, ഓക്കെ, സിമിലാരിറ്റി എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ എ ബി സിയുടെ ഏരിയ തന്നിട്ടുണ്ട്. ഡി മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ്, ആൻഡ് ഇ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതെന്താണ് മിഡ് പോയിന്റ്, നമുക്ക് ഇവിടെ മിഡ് പോയിന്റ് ഇത് അപ്ലൈ ചെയ്യാം. ഇതൊന്നാണെങ്കിൽ 2 ആണ്. ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതൊന്നാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും, 4 ആയിരിക്കും. ടോട്ടൽ 4 യൂണിറ്റ് ആണെങ്കിൽ ഇത് 3 യൂണിറ്റ് ആയിരിക്കും, 3 യൂണിറ്റ് ആയിരിക്കും. ടോട്ടൽ ഏരിയ 56 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 യൂണിറ്റിനെ കറസ്പോണ്ടിങ് ചെയ്യുന്നതാണ്. അപ്പോൾ 4ന്റെ വാല്യൂ 56 ആണ്. ബി ഡിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്, ബി ഡി ഇ 1 യൂണിറ്റ് ആണ്. 4ന്റെ വാല്യൂ 56 ആണെങ്കിൽ 1ന്റെ വാല്യൂ എത്രയാണ്, 14 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്തത്, നമ്മളുടെ സിമിലർ ട്രയാങ്കിൾസിനകത്ത് സൈഡിന്റെ റേഷ്യോ 1:2 ആയാൽ ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും, അതിന്റെ സ്ക്വയർ ആയിരിക്കും, 1:4 ആയിരിക്കും. അതായത് ഈ ഒരു ചെറിയ ട്രയാങ്കിളിനകത്ത് ഏരിയ 1 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ്, ഇത് 1 ആണെങ്കിൽ ബാക്കി എത്ര, ടോട്ടൽ 4 ആണ്, ഇത് 3 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 56. അതായത് ഫുൾ ട്രയാങ്കിൾ നമുക്ക് 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചെയ്യേണ്ടത് ഞാൻ ആദ്യം ചെയ്ത സൊല്യൂഷൻ ആയിരിക്കണം. ഫ്രാക്ഷൻ is such that 9 is added to the denominator of the fraction, it becomes 1/3. 1 is subtracted from the numerator, it becomes 1/2. What is a fraction? അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കിയേ. ഇതിനകത്ത് ഓപ്ഷൻ വഴി ചെക്ക് ചെയ്ത് നോക്കാം. 9 ഡിനോമിനേറ്റർ കൂട്ടുമ്പോൾ ഇതെന്താവും, 1/3 ആവും. അപ്പോൾ ഇതിലൂടെ 9 കൂട്ടുമ്പോൾ 7/21 ആവും, 1/3 ആയി. ഇനി ന്യൂമറേറ്ററിനകത്ത് 1 കുറയ്ക്കുമ്പോൾ 1/2 ആവും. പിന്നെ അത് 1 കുറയ്ക്കുമ്പോൾ എന്താവും, 1/2 ആവും. വാട്ട് ഇസ് ഫ്രാക്ഷൻ, ഓപ്ഷൻ എ. വേറെ ഒന്നും ചെയ്യേണ്ട, ഓപ്ഷൻ വഴി ചെക്ക് ചെയ്തത്, വേറെ ഒന്നും നിങ്ങൾ എക്സും വൈയും ഒന്നും ഇടണം. യെസ്, ഓപ്ഷൻ വഴിയാണ് ചെയ്യേണ്ടത്. What will be the ratio of interior angles of a regular polygon having 16 sides and 12 sides respectively? അപ്പോൾ ഇന്റീരിയർ ആംഗിൾസിന്റെ എന്ത് വേണം, റേഷ്യോ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വേണം, സൈഡ് 16 ഉണ്ടെങ്കിൽ നമുക്ക് എന്തുവാ, എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ഏത് പോളിഗൺ ആയാലും, റെഗുലർ പോളിഗൺ ആയാലും ഏത് പോളിഗൺ ആയാലും അതിന്റെ ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിൾ സം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര, 360/16. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ എക്സ്റ്റീരിയർ ആംഗിളും എല്ലാ ഇന്റീരിയർ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ 16 സൈഡ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 16 സൈഡിലും 360/16 വെച്ച് ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സ്റ്റീരിയർ ആംഗിൾ പോകുന്നത്. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, 180 മൈനസ് എക്സ്റ്റീരിയർ ആംഗിൾ. ഇപ്പം ഇന്റീരിയർ ആംഗിളിന്റെ
എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 ഡിഗ്രിയായിരിക്കും. അത് പോളിഗൺ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പോൾ 180 മൈനസ് ഇവിടെ എത്രയാണ്? 360/16 ആണ് ഫസ്റ്റിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ വാല്യൂ. ഈ വാട്ട് ഈസ് റേഷ്യോ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ആവശ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എന്തായിരിക്കും? 180 മൈനസ് 360/12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ഏറ്റവും എളുപ്പ വഴി എന്താ? ഇവിടെ 4 വെച്ചിട്ടുമ്പോൾ 90/4 വരും. അപ്പോൾ വേറെ എന്ത് ചെയ്യാം? ഇവിടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ 30 എന്ന് വെച്ചാൽ 150 മൈനസ് 30 എന്ന് പറയുമ്പോൾ 150 വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് ചെയ്താലോ. ഓക്കെ, 720 മൈനസ് 90, 720 മൈനസ് 90 വരുമ്പോൾ 630, 630/4, 630 റേഷ്യോ 4 കൊണ്ട് പോകുമ്പോൾ 600. ഓക്കെ, 0 പോയി 63 റേഷ്യോ 60, അതായത് 21 റേഷ്യോ 20, 3 വെച്ച് കിട്ടുമ്പോൾ 21 റേഷ്യോ 20. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക്. ഓക്കെ, ഇതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ് എന്ന് തോന്നുന്നത് ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ. അത് /n. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ഇന്റീരിയർ ആംഗിളിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. n-2 ഇൻറ്റു 180 ഇതാണ് ടോട്ടൽ ഇന്റീരിയർ ആംഗിളിന്റെ സം. അതേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ ഒരു ഇന്റീരിയർ ആംഗിളിന്റെ വാല്യൂ കിട്ടും. ഇവിടെ ഇതിന് 16 കൊടുക്കും. അപ്പോൾ ഇവിടെ 14/16 വരും. ഇവിടെ എന്ത് വരും? n-2 10 ഇൻറ്റു 180/12 വരും. ഇങ്ങനെ ചെയ്യാൻ കാൽക്കുലേഷൻ എനിക്ക് ഒന്ന് സെയിം പോലെ തന്നെ വരും. ഓക്കെ, ഇവിടെ 12 വെച്ചിട്ടുമ്പോൾ 12 ഗുണം 15 ആണ്. പിന്നെന്തുണ്ട്? 14 7 ഇവിടെ 8 വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റിനകത്ത് 7 മൾട്ടിപ്പിൾ ആയിരിക്കും. 7 മൾട്ടിപ്പിൾ ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ചെയ്യേണ്ടി വരും. 8 വെച്ച് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ 15 ഗുണം 12 ആണ്. ഇവിടെ 3 വരും. ഇവിടെ 2 വരും. ഓക്കെ, 2 ഇപ്പുറത്ത് പോകും. അപ്പോൾ 21/20 വരും. എങ്ങനെ ചെയ്താലും ആൻസർ എന്ത് ചെയ്യത്തുള്ളൂ? സെയിം ആയിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pipe A and B can fill a tank 1824. Find the time taken by both together to fill the tank if 1/4 of the tank already filled ആണ്. അപ്പോൾ 1824 LCM 72 ആണ്. ഫസ്റ്റിന്റെ എഫിഷ്യൻസി 4, രണ്ടാമത്തെ എഫിഷ്യൻസി 3 ആണ്. നമ്മുടെ LCMന്റെ ക്ലാസ്സും ടൈമോമെട്രിന്റെ ക്ലാസ്സും ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 72 ആണെങ്കിൽ 4ഉം 3ഉം ആണ്. 1/4 ഓൾറെഡി ഫില്ലായി. ബാക്കി ഇതിന്റെ 3/4 ഉള്ളത്. 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബാക്കി 54 ഉള്ളത് അല്ലേ? 72ന്റെ 3/4, 1/4 എന്ന് പറഞ്ഞാൽ 18. ബാക്കി 54. അപ്പോൾ 54 ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും? 54 ഡിവൈഡ് ബൈ ഇതിന്റെ എഫിഷ്യൻസി 4ഉം 3ഉം 7. 54/7 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. എന്ത് ചെയ്യണം? പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് വേറെ ഒരു ഇതുമില്ല, വേറെ ഒരു ഓപ്ഷനും ഇല്ല, വേറൊരു മാർഗ്ഗവും ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം എക്സാമിന് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചാനലിലെ ക്ലാസ്സുകൾ ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ഈ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൺസെപ്റ്റുകളും എല്ലാം അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഈ ലൈവ് മോക്കിന്റെ സൊല്യൂഷൻ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിന്നും കുറച്ച് പേർക്ക് എനിക്കറിയാം എല്ലാവർക്കും ഇത് സെറ്റ് ആവത്തില്ല. ഒരു 110, 120 അല്ലെങ്കിൽ 130 മാർക്ക്, 110 മാർക്ക് കട്ട് ഓഫ് കയറാൻ പറ്റാതിരിക്കുന്നവർക്ക് ആണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത്. പക്ഷേ ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ കുറച്ച് പഠിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ സ്ഥലത്ത് ഒന്ന് സ്റ്റക്ക് ആവും. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഈ മെത്തേഡ്സ് എന്തായാലും കൂടിയേ തീരും. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. ഈ ടൈപ്പ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒലിവ് ബോണ്ടിന്റെ സൊല്യൂഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എത്ര നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം, നമ്മുടെ മെത്തേഡ്സുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും എക്സാമിന് ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നവരാണ് മുന്നിലെത്തുന്നത് എന്നുള്ളത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. 5 ടൈപ്സ് ഓഫ് മാർബിൾസ് ഉണ്ട് ഇൻ നമ്പേഴ്സ് 36. ഇതിങ്ങനെ put in a jar, each jar containing only one type of marble and the number of marbles in each jar being the same. Find the least number of boxes required for packing. ഇപ്പോൾ നമ്മൾ LCM HCFന്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ മാഗ്നമിന്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടവർക്കാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ജാറിന്റെ എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഓരോ ജാറിലും എന്തേ പറ്റത്തുള്ളൂ? സെയിം ടൈപ്പ് ഓഫ് മാർബിളെ പറ്റും. അതായത് എത്ര പറ്റും? ഇതിന്റെ എല്ലാം HCF, ഇതെല്ലാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ 36, 189, 54, 99, 297. പിന്നെ എല്ലാം എന്ത് വേണം? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കാം 36. എന്നിട്ട് ബാക്കിയുള്ളതിനായിട്ട് 36 പോകുന്നുണ്ടെന്ന് നോക്കാം. 36-നകത്തൊന്നും പോകത്തില്ല. പിന്നെ ഇനി ഫാക്ടറൈസ് ചെയ്യാം. 2 × 18. ഒരിക്കലും 18ന്റെ മൾട്ടിപ്പിൾ അല്ല 189. ഇനി 3 × 12. 12ന്റെ മൾട്ടിപ്പിൾ അല്ല. ഈവൻ നമ്പർ ഒരിക്കലും 189 മൾട്ടിപ്പിൾ ആയിരുന്നില്ല. ഇനി 4 × 9. ഇനി 9 നോക്കാം. വലിയ നമ്പർ, ഏറ്റവും വലിയ ഫാക്ടറിലെ ഏറ്റവും വലിയ നമ്പർ നോക്കാം. 9 ഇതിപ്പോ അല്ലെ? ഓക്കെ, 9 ഇപ്പോൾ 9 ആണ് ഇതിന്റെ HCF. അതിന്റെ അർത്ഥം എന്താ? ഒരു ജാറിൽ 9 മാർബിൾ ആണ് ഇടാൻ പറ്റുന്നത്. പക്ഷെ എന്തായിരിക്കണം? ഈച്ച് ടൈപ്പും സെയിം ആയിരിക്കണം. അതുകൊണ്ടാണ് 9. അങ്ങനെ നമുക്ക് ഇതിനകത്ത് 36 എണ്ണത്തെ എത്ര പെട്ടിയിലിടാം? 36/9 വെച്ച് 4. 189 എണ്ണത്തിന് 189/9 വെച്ച് 21 പെട്ടികൾ. 54/9 വെച്ചിട്ട് 6 പെട്ടികൾ. 99/9 വെച്ചിട്ട് 11 പെട്ടികൾ. 297/9 വെച്ചിട്ട് 3, 27, 33 പെട്ടികൾ. ടോട്ടൽ 44, 50, 71, 75 ബോക്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ കാര്യം നടക്കും. എല്ലാത്തിനകത്തും 6, 9 സാധനങ്ങളുമായിരിക്കും എല്ലാത്തിൻ്റെയും
ഒരു ബോക്സിൽ ഒരു ടൈപ്പ് സാധനമേ കാണത്തുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ ഇത് എവിടെ പഠിച്ചിട്ടുള്ളതാണ്? LCM SCMന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 3 circular object radius 13 cm kept touching each other, teaching അല്ല. The string is tightly tied on the 3 circular object. What is the length of the string? അപ്പോൾ ഇതിന് നമുക്കൊരു എന്തുണ്ട്, നമ്മുടെ ഒരു ഈസി ഫോമുല ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിക്കും. ഈസി ഫോമുല ഉണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ആ ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 13 × 2 26 അധികം നമ്മുടെ 2π ഇൻറ്റു റേഡിയസ്. 2π ഇൻറ്റു 2π ഇൻറ്റു 2πr. 2πr എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു റേഡിയസ് ഇതാണ് 13. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 78 പ്ലസ് 26 π ആയിരിക്കും. 78 പ്ലസ് 26 π ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 3 സർക്കിൾസ് ഉണ്ട്. ഈ 3 സർക്കിളിനെ എന്ത് ചെയ്യുവാണ്? നമ്മളൊരു ബാൻഡ് വെച്ച്, റബ്ബർ ബാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തോ സ്ട്രിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ടൈ ചെയ്ത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. ഓക്കെ, ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഈ കെട്ടി വെച്ച് ഈ പച്ച നിറത്തിലുള്ള ഇതിന്റെ ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ലെങ്ത് കണ്ടുപിടിക്കാൻ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങളൊന്നും നോക്കണ്ട, എത്രയാണോ ഉള്ളത് 3 എണ്ണം ഉള്ളതെങ്കിൽ 3. ഇപ്പൊ n എന്ന് പറയാം. 3 ആണെന്നുണ്ടെങ്കിൽ 3, 4 ഉണ്ടെങ്കിൽ 4 കൊടുക്കുക. n ഇൻറ്റു എന്താണ് നമ്മുടെ ആ ഡയമീറ്റർ n ഇൻറ്റു ND എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 26, 78 അധികം പിന്നെന്താ 2πr പ്ലസ് 2π ഇൻറ്റു റേഡിയസ്. 2πr എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ ആ ഒരു ടോട്ടൽ ഒരു സർക്കിളിന്റെ ഇതും ഇതോടെ വരുന്നതാണ്. ഓക്കെ, 2πr എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 13 2 × 13 26 π ആൻസർ കിട്ടും. നിങ്ങൾ വേറെ ഒന്നും എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട. ഈ ഒരു രീതിയിൽ ഈ ഫോമിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. യെസ്, റേഡിയസും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിരിക്കും? തന്നിട്ടുണ്ടായിരിക്കും. യെസ്, ഓക്കെ. നെക്സ്റ്റ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫാൻ വിത്ത് എ ഡിസ്കൗണ്ട് 60% ഈസ് ₹X ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ആൻഡ് ദാറ്റ് ഓഫ് വിത്ത് 2 സക്സീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 40 and 20 ഈസ് ₹Y - X വാല്യൂ വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് 60% ഡിസ്കൗണ്ട് വിൽക്കുമ്പോൾ നമുക്ക് 2000 ഏറ്റവും എളുപ്പം ഇതാണ്. 2000-നകത്ത് 60% ഡിസ്കൗണ്ട് കൊടുത്താൽ ഇതിന്റെ 40% 800 രൂപയാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് X 800 ആണെന്ന് വെച്ചാൽ 2 സക്സീവ് ഡിസ്കൗണ്ട് 40 20. അത് നമുക്ക് 40 കൊടുക്കുമ്പോൾ എത്ര? 40 കൊടുക്കുമ്പോൾ ഇത് 40 എന്ന് പറയുമ്പോൾ 800 ആണ്, 1200 വരും. പിന്നെ 20% 240. 240 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എത്ര കുറയ്ക്കണം? 960 അല്ലെ? 960 240 കുറയ്ക്കണം. 200 കുറയ്ക്കുമ്പോൾ 1000, ബാക്കി 960. ഡിഫറൻസ് എത്രയാണ്? ഇത് 160 വരുന്നത്. 136 നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 136 നോക്കിയാൽ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കുറവാണ്. അപ്പം 2000 കഴിഞ്ഞ് ജസ്റ്റ് കുറവായിരിക്കും. അത് 1600 നോക്കാം. 1600 നോക്കുമ്പോൾ ഇതിന്റെ 60% ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഇതിന്റെ 40% എത്രയാണ്? 640. ഓക്കെ, 16 4 64. ഇനി 2 ഡിസ്കൗണ്ട് എടുക്കുമ്പോൾ 40% ഡിസ്കൗണ്ടും 20% ഡിസ്കൗണ്ടും. ആദ്യം 20% 40% ഡിസ്കൗണ്ട് എടുക്കാം. അതിന്റെ 60%. ഇതിന്റെ 60% എത്ര? 16 1% അതിന്റെ ഇൻറ്റു 60 എത്ര? 60 16 96 960. പിന്നെ 20% കുറച്ച്. 20% കുറയ്ക്കുമ്പോൾ ഓക്കെ, ഇതിനകത്ത് നിന്ന് എത്ര കുറയ്ക്കണം? ഇതിന്റെ 80% എന്ന് പറയുമ്പോൾ 0.8 കൊണ്ട് ഗുണിക്കും. അല്ലെ 96 × 8. ഓക്കെ, 8 8 6 48. ഓക്കെ, 8 8 6 48 വരും. യൂണിറ്റ് 8 വരും. 8 നിന്ന് 0 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്? 8 വരുന്നത്. നമുക്ക് 6 വന്നത്. അപ്പോൾ ഇതുമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2300 ആണോ 1700 ആണോ? 1700 നോക്കുമ്പോൾ 1700ന്റെ 40%, അതായത് 680. ഓക്കെ, ഇനി ഇതിന്റെ 40% 60% എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇതിന്റെ 60%. 17 × 6 17 6 എന്ന് പറയുമ്പോൾ 102 1020. പിന്നെ ഇതിന്റെ 80% 102 × 8. ഇവിടെ എന്തോന്നു? 8 2 16 വന്നു. ഇവിടെ 6 വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം 800 816 680 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 100 136. സാറ്റിസ്ഫൈ ചെയ്തു. ഓപ്ഷൻ എ ആൻസർ കൊടുത്തു. ഇത് കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്ക് ഇങ്ങനെ വളരെ സ്പീഡ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇത് എഴുതി ചെയ്യേണ്ടി വരും. എഴുതി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സക്സീവ് ഡിസ്കൗണ്ട്, ആദ്യത്തെ ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എത്രയാണ്? 60%. ഇതിന്റെ കണ്ടു 40 20. സക്സീവ് 40 + 20 - 40 × 20/100 എത്രയാണ്? 52%. 52% 8%. അപ്പൊ അതായത് ആ ഡിഫറൻസ് പറഞ്ഞാൽ എത്രയാണ്? 52% 60%. 52 60. ആ ഡിഫറൻസ് പറഞ്ഞാൽ 8%. അപ്പൊ 8% മാർക്കറ്റ് പ്രൈസിന്റെ വാല്യൂ ആയിരിക്കും തന്നിട്ടുള്ളത്. രണ്ടിന്റെ കൂടെ മാർക്കറ്റ് പ്രൈസ് സെയിം ആണ്. ഓക്കെ, 8%-ാണ് 136. നമുക്ക് എന്ത് ചെയ്യാം? 100% കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ 17 × 8 ആണ് 17 1700. അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു വഴി ചെയ്യാം. ഇത് കാൽക്കുലേഷൻ സ്പീഡ് നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. കാൽക്കുലേഷൻ ആണ് നിങ്ങളുടെ കയ്യിൽ. ഇതിന്റെ സ്പീഡിൽ നിങ്ങൾക്ക് ഇത് ആലോചിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, രണ്ട് വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുഴപ്പമില്ല. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുവഴി ചെയ്യാൻ പറ്റും. ഒരാൾ 2000 രൂപയ്ക്ക് വാങ്ങുന്നു, 400 റിപ്പയറിന് ചെയ്യുന്നു. പ്രോഫിറ്റ് പെർസെൻറ്റേജ് വേണം. ആർട്ടിക്കിൾ 3000. 2400 ആയി 3000 വിൽക്കുന്നു. 2400 സാധനം 3000 വിൽക്കുമ്പോൾ 600 വെച്ചിട്ടുമ്പോൾ 4/5 ആണ്. 4 സാധനം 5 വിൽക്കുന്നു. 1/4 പ്രോഫിറ്റ് 25% എന്നായിരിക്കും പ്രോഫിറ്റ്. യെസ്, ഇതുവരെയുള്ള ക്ലാസ് കണ്ടുവന്നവർക്ക് ഇതേപോലത്തെ ടൈപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ വാല്യൂ വേണം. ഓക്കെ, x³ + y³ / x² + y² - x. നമുക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ x + y ആണ് ആൻസർ.
എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഈ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് വിട്ടുപോയി ബാക്കി എന്ത് വരും? എക്സ് പ്ലസ് വൈ നമുക്ക് അവിടെ ബാക്കി നിൽക്കും. 9m സ്ക്വയർ ഇതിന്റെ വാല്യൂ 58 ഇതിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് 9m സ്ക്വയർ ഇങ്ങനെ വന്നിട്ടുള്ളത് 58 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് JCB മെത്തേഡ് എടുക്കാം. JCB മെത്തേഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ സ്ക്വയർ റൂട്ട്, അതായത് 3m പ്ലസ് 1/m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് k പ്ലസ് 2. റൂട്ട് ഓഫ് k പ്ലസ് 2 എന്ന് പറയുമ്പോൾ k പ്ലസ് 58 പ്ലസ് 2 ഇൻറ്റു 2 മാത്രമാണോ? അല്ല, 2 ഇൻറ്റു ഈ 3 വരും. കാര്യം ഇവിടെ എന്താണ്? ഇവിടെ കോഎഫിഷ്യന്റ് ഉണ്ട്. കോഎഫിഷ്യന്റ് ഉണ്ടായതുകൊണ്ട് 2 ഇൻറ്റു 3 ഇൻറ്റു എത്രയാണ്? 1/. ഇവിടെ 1 ആണ്. എമ്മിന്റെ കോഎഫിഷ്യന്റ് 3, ഇത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾജിബ്രയുടെ ക്ലാസ് ഒക്കെ ഞാൻ മറ്റേ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കാണാവുന്നതാണ്. അതിനകത്ത് ഞാൻ ഈ JCB മെത്തേഡ് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മലയാളത്തിൽ JCB മെത്തേഡ് എന്ന് സെർച്ച് ചെയ്താൽ ഓൾജിബ്രയുടെ ആ ക്ലാസ് കിട്ടും. നിങ്ങളത് കണ്ട് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കോഫിഷ്യന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഇവിടെയുള്ള കോഫിഷ്യന്റിലൂടെ നമ്മൾ മൾട്ടിപ്ലൈ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ 3m പ്ലസ് 1/m ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9m സ്ക്വയർ പ്ലസ് 1/m സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3m ഇൻറ്റു 1/m എന്നിട്ട് റൂട്ട് എടുക്കുക. ആ സംഭവമാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് 3m പ്ലസ് 1/m. ഇനി ഇതിന്റെ ക്യൂബ് എടുത്താൽ പോലെ 27 m ക്യൂബ് പ്ലസ് 1/m ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? k ക്യൂബ് 8ന്റെ ക്യൂബ് 512 മൈനസ് 3 ഇൻറ്റു 8 ഇൻറ്റു എന്താണ്? ഇവിടുത്തെ ഈ കോഫിഷ്യന്റ് ഉണ്ടോ? അത് ഇൻറ്റു 3. നമുക്ക് എന്ത് കിട്ടും? ഇത് 8 3 24 3 72. ഞാൻ 72 കുറയ്ക്കണം. 72 കുറയ്ക്കുമ്പോൾ 60 കുറയ്ക്കുമ്പോൾ 72 ഒരു 12 മാറ്റി കഴിഞ്ഞാൽ 500 ബാക്കി 60 കുറയ്ക്കുക 440. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. A man gives 3 parts of his money to his daughter and the remaining 5 parts to his son. What is the percentage of his money? What percentage of his money does his daughter and son receive? അപ്പോൾ അയാളുടെ 3 പാർട്ട്, ഇപ്പം 3 പാർട്ടും 5 പാർട്ട്, റിമൈനിങ് 5 പാർട്ട്. അപ്പോൾ ടോട്ടൽ 15 പാർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ 3 പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇവിടെ, റിമൈനിങ് 5 പാർട്ട്. ഓക്കെ, അല്ല അങ്ങനെയൊന്നുമില്ല. വാട്ട് പെർസെന്റേജ് മണി? ഓക്കെ, ഇത്രേ ഉള്ളൂ. 3 5 അല്ല, ടോട്ടൽ എത്രേ ഉള്ളൂ? 15 അല്ല, 5 3 8 പാർട്ട് അയാളേ ഉള്ളൂ. അത് 5 അവനും കൊടുക്കുന്നു, 3 ഇവക്കും കൊടുക്കുന്നു. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് മണി ഡസ് ഹിസ് ഡോട്ടർ ആൻഡ് സൺ റിസീവ്? അപ്പോൾ ഡോട്ടറിന് എത്ര കിട്ടും? 3/8, അതായത് 37 കിട്ടും. സണ്ണിന് എത്ര കിട്ടും? 5/8, 62 കിട്ടും. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ആയിട്ട് കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ. എ ഇസ് ദ അക്യൂട്ട് ആംഗിൾ ആണ്. കോസയുടെ വാല്യൂ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ ഓഫ് സൈൻ? ഓക്കെ, ഈ കോസ വന്നിട്ടുണ്ട് 36/85. 85 എന്ന് പറയുമ്പോൾ 5 ഉണ്ട്. ഓക്കെ, നമുക്ക് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ആണ്. 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 സ്ക്വയർ ബൈ 85 സ്ക്വയർ. ഓക്കെ, 1 മൈനസ് കോസ് സ്ക്വയർ, 1 മൈനസ് 36/85 ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 1 സ്ക്വയർ മൈനസ് 36/85 ഹോൾ സ്ക്വയർ ആണ്. അതായത് a പ്ലസ് ബിന്റെ a മൈനസ് ബി. അങ്ങനെ ചെയ്യണോ? a പ്ലസ് ബിന്റെ a മൈനസ് ബി ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? 36/85 വല്ല ട്രിപ്ലറ്റ് വല്ല ആണോ? 36/85 കോമൺ ആയിട്ട് എന്തുണ്ട്? 17 × 5 ആണിത്. 36 9 വേറെ ഒന്നുമില്ല. 5 13 5 മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല, 36/85 വേറെ ഒന്നും തോന്നുന്നില്ല. ഓക്കെ, നമുക്കിത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ചെയ്യാം. a പ്ലസ് ബിന്റെ a മൈനസ് ബി ചെയ്താലോ? a പ്ലസ് ബി ചെയ്യുമ്പോൾ 1 പ്ലസ് 36/85 എന്ന് വെച്ചാൽ 36 85 85 30 115 121 121/85 ഇൻറ്റു a മൈനസ് ബി. മൈനസ് ബി ചെയ്യുമ്പോൾ 85 മൈനസ് 36 എത്രയാണ്? 36 കൂടെ 40 49 49/85 വരും. റൂട്ട് എടുക്കുമ്പോൾ 11 49 7 അടിയിൽ 85 77/85 വരും. ഓപ്ഷൻ സി. ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്താൽ ഈ 36 സ്ക്വയർ എന്ന് എഴുതുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലാഭിക്കും. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി വെച്ച് ചെയ്യും. അവരുടെ എക്സ്പെൻഡിച്ചർ ലോകേഷ് ഫോർ ദ ഫസ്റ്റ് 3 months വന്നിട്ടുണ്ട് ഇത്ര. അപ്പോൾ 3 മാസം ഇൻറ്റു 3 4800 രൂപയായി. 15500 ഫോർ ദ നെക്സ്റ്റ് 4 months എന്ന് വെച്ചാൽ എത്ര? 6200 6200 രൂപയായി. അടുത്ത 4 മാസം 7 മാസം കഴിഞ്ഞു. സേവിങ്സ് ഓർ ദ ഹോൾ ഇയർ ഇത്രയാണ് 5200. ഇഫ് ദ ആവറേജ് മന്ത്ലി ഇൻകം ഓഫ് ലോകേഷ് ഇത്രയാണ്. ഓക്കെ, മന്ത്ലി ഇൻകം ഇപ്പൊ 21 × 12 ചെയ്യണം. 21 × 12 ചെയ്യുമ്പോൾ 210 42 252 252.00 ആണ് അവന്റെ ടോട്ടൽ. 25,200 രൂപയാണ് ടോട്ടൽ ആനുവൽ ഇൻകം. ഫൈൻഡ് ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ലാസ്റ്റ് 5 months ഇൻഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവന് ടോട്ടൽ ഇൻകം എത്രയാണ്? അപ്പോൾ ഇതിനകത്ത് 5200 സേവിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് മറ്റേ 5 മാസത്തെ കൂടെ കൂട്ടുന്നതായിരിക്കും അവന്റെ ടോട്ടൽ ഇൻകം. അപ്പോൾ അത് എത്ര നോക്കാം. ഇത് 0 0 40 100 150 152 157 162 162.00 ആയി. ഇപ്പോൾ ഡിഫറൻസ് എത്ര വരുന്നത്? ഇവിടെ ഒരു 40 പിന്നെ 50 90. ഓക്കെ, 90 അതായത് എത്ര? 16,700 9000 രൂപയാണ് അവന്റെ 5 മാസത്തെ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 9000/5 എന്ന് പറയുമ്പോൾ 1800 ആയിരിക്കും എന്ന് പറയുന്നത് അവിടുത്തെ ആവറേജ്. കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഈ ക്ലാസ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ എക്സാം ചെയ്യണം അതാണ് നമ്മുടെ ലൈവ് മൂക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സും വൈയും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ.
ഓക്കെ, ഇപ്പോൾ പറഞ്ഞു നോക്ക്, എക്സും വൈയും 10 ദിവസം കൊണ്ട്. ഓക്കെ, എക്സും വൈയും 10 ദിവസം കൊണ്ട് തീർക്കും. വൈയും ഇസഡും 15 ദിവസം കൊണ്ട് തീർക്കും. എക്സ് ഈസ് 3 times as fast as ഇസഡ്. ഇപ്പൊ എക്സും വൈയും ഇസഡും. ഓക്കെ, എക്സ് ഈസ് 3 times as fast as ഇസഡ്. ഒന്നാണെങ്കിൽ ഇതിന്റെ 3 മടങ്ങ്. then in how many days y alone can do the task? ഓക്കെ, ഇവിടെ നോക്കാം. LCM ടോട്ടൽ 30 ആണെങ്കിൽ ഇവിടെ 3, ഇത് 2. എക്സ് 3 ടൈംസ് ആണ് ഇസഡിനേക്കായി. ഇപ്പൊ എക്സ് 3 ആണെങ്കിൽ ഇസഡ് 1 ആണെങ്കിൽ എക്സ് എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡയറക്റ്റ് ഒരു റിലേഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ടോട്ടൽ വർക്ക് 60 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവന്റെ എഫിഷ്യൻസി 6, ഇവരുടെ എഫിഷ്യൻസി 60/15 4 വരും. അപ്പൊ ഇപ്പൊ ഇവന്റെ 1 ആണെങ്കിൽ ഇവന്റെ എത്രയാണ്? ഇവന്റെ 3 ആണ്. വൈയുടെ എത്ര വരും? 2 വരും. ഓക്കെ, വൈയുടേത് ഓക്കെ 2 ആണെങ്കിൽ അതിന്റെ 3 മടങ്ങ്, 2ന്റെ 3 മടങ്ങ് 6 വരും. ഇല്ല, അത് പറ്റൂല. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 1:3 എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ആക്കണം എഫിഷ്യൻസി. ഇവൻ 1 ആണെങ്കിൽ വൈ 3 ആക്കേണ്ടി വരും. അപ്പൊ ഇവൻ 3 ആണെങ്കിൽ അതെ ഇത് 3 ആവും. കറക്റ്റായി. ഓക്കെ, 1 + 3 4 ആണ്, 3 + 3 6 ആണ്. ഓക്കെ, ഇതിന്റെ 3 മടങ്ങ് ആവുകയും ചെയ്തു. അപ്പൊ വൈയുടെ എഫിഷ്യൻസി ഇത്രയാണ് 3 നെറ്റ്. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്ത് ഇൻ ഹൗ മെനി ഡേയ്സ് വൈ എലൗൺ ക്യാൻ ഡു എന്ന് പറഞ്ഞാൽ 60 ആണ് ടോട്ടൽ വർക്ക്. എത്രല്ലേ? 60/3 3 വൈയുടെ എഫിഷ്യൻസി. ഓക്കെ, അതനുസരിച്ച് വെക്കുമ്പോൾ നമ്മൾ ആ കണ്ടീഷൻ ഇപ്പോൾ 60/3 20 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വേറെ എക്സോ വൈയോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വാല്യൂ ഓഫ് ഇതിന്റെ വാല്യൂ ആണ്. ഓക്കെ, കോസ് സ്ക്വയറും ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. കോസ് സ്ക്വയറും സൈൻ സ്ക്വയറിന്റെ ഒക്കെ വാല്യൂ അറിയാം. 1 - cos square 1 - സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു ടാൻ 45 1 ആണ്. മൈനസ് ടാൻ 68 കോട്ട് 428 മൈനസ് സൈൻ 60. ഈ കോട്ട് 468 എന്ന് പറഞ്ഞാൽ 428 360 + 68 അല്ലേ? 360 + 68. അപ്പൊ കോട്ട് 360 + 68 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കോട്ട് 360 + 68. ഓക്കെ, ടാൻ 68 ഇൻറ്റു 360 + 68. ഇപ്പം ഫസ്റ്റ് കോട്ടിന്റെ എല്ലാം പോസിറ്റീവ് ആണ്. 360 ആയതുകൊണ്ട് എന്താണ് ഇവിടെ കോട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ കോട്ട് 68 തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ടാനും കോട്ടും കൂടെ സെയിം വാല്യൂ ആണെങ്കിൽ 1 വരും. -1 മൈനസ് സൈൻ സ്ക്വയർ 60 എന്ന് പറഞ്ഞാൽ സൈൻ 60 3/2 √3/2 ആണ്. അതിന്റെ 3/4 എന്ന് വരും. അപ്പൊ 1/4 മൈനസ് 3/4 എത്രയാണ്? -2/4. അതായത് -1/2 -1. ഓക്കെ, അപ്പം -1.5 -1.5 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി നമുക്ക് ചെയ്യാം ആൻസർ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ വിടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 സ്റ്റേഷൻസ് ഇത്രയും ദൂരമാണ്. ട്രെയിൻ 8 AM സ്റ്റാർട്ട് ചെയ്യുന്നു, 50 കിലോമീറ്റർ പ്ലാറ്റ്ഫോം. ട്രെയിൻ ബി എയിൽ നിന്ന് ടുവേഴ്സ് എ ഫ്രം അനദർ പ്ലാറ്റ്ഫോം അറ്റ് 10 AM അറ്റ് സ്പീഡ് ഓഫ് 40. അറ്റ് വാട്ട് ടൈം ബോത്ത് ട്രെയിൻസ് മീറ്റ്. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? മീറ്റ് ചെയ്യേണ്ട സമയം കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? റിലേറ്റീവ് സ്പീഡാണ് വേണ്ടത്. റിലേറ്റീവ് സ്പീഡ് അപ്ലൈ ചെയ്യാൻ രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ 10 മണിയാകുമ്പോൾ എവിടെ എത്തും നോക്കണം. 10 മണിയാകുമ്പോൾ എത്രയായി? 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ എത്തി, 2 മണിക്കൂർ 100 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും? 450 കിലോമീറ്റർ ആണ്. എപ്പോൾ? 10 മണിക്ക്. അപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് 50 പോന്നു, മറ്റവ അവിടെ നിന്ന് ഇങ്ങോട്ട് 40 വരുന്നു. ടോട്ടൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 + 40 അതായത് 90 ആണ്. അതായത് 450/90. അതായത് 5 മണിക്കൂറോടെ എടുക്കും എന്ത് ചെയ്യാൻ? അവർ അടുത്ത് മീറ്റ് ചെയ്യാൻ. അതായത് 10 മണി കഴിഞ്ഞ് 5 മണിക്കൂർ. ഇതാണ് 10 മണി 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 PM. 3 PM എന്ത് ചെയ്യും? രണ്ടുപേരും എന്ത് ചെയ്യും? അല്ലെങ്കിൽ കണ്ടുമുട്ടും. കണ്ടെയ്നറിൽ 120 മിൽക്ക് ഉണ്ട്. 12 ലിറ്റർ മിൽക്ക് ടേക്കൺ ഔട്ട് ആൻഡ് റീപ്ലേസ് വിത്ത് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദ ഓപ്പറേഷൻ ഇസ് റിപ്പീറ്റഡ് 2 more times. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ഫൈനൽ മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യുന്നത്? മിൽക്കാണ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ മിൽക്ക് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് വാട്ടറിന്റെ അളവായിരിക്കും ഫൈനൽ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടറിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 120 ലിറ്റർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്തു? 120 12 എന്ന് പറഞ്ഞാൽ 120 എത്രയാണ്? 12 120 10%. അപ്പോൾ ബാക്കി എത്ര വരും? 9% ബാക്കി കാണത്തും. അല്ലെങ്കിൽ 10% പോയാൽ 90%. അങ്ങനെ എത്ര വട്ടം ചെയ്യുന്നുണ്ട്? 2 വട്ടം ചെയ്യും. അപ്പം ഇതിന്റെ 9/10 ഇതിന്റെ 9/10. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോമുലയും അറിയാം. മിക്സ്ഡ് അലിഗേഷന്റെ ക്ലാസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ആൻസറിനകത്ത് എന്ത് കാണും? 2 0 കാണും. 2 0 ഉണ്ട്. അതായത് 2 പോയിന്റ് കാണും. യൂണിറ്റ് എന്താ? 1 9 18. 8 അവസാനിക്കും 2 പോയിന്റ്. ഇതെല്ലാം അങ്ങനെയുള്ള ഇത് 3 അങ്ങനെയാണ്. ഇതല്ല. ഓക്കെ, 9 മൾട്ടിപ്ലൈ ആയിരിക്കും ആൻസർ. 12 8 15 19 8 9 മൾട്ടിപ്ലൈ അല്ല. 9 12 9 മൾട്ടിപ്ലൈ അല്ല. ഇത് 9 മൾട്ടിപ്ലൈ ആയിരിക്കും. 12 14 ഓക്കെ 5 9 ഓക്കെ 9 മൾട്ടിപ്ലൈ അല്ലേ വരുന്നത്? ക്വാണ്ടിറ്റി വാട്ടർ ഇൻ ദ ഫൈനൽ മിക്സ്. 9 മൾട്ടിപ്ലൈ ആണല്ലോ വരുന്നത്. 12 ഓക്കെ മിൽക്കാണ്. മിൽക്ക് ആ ടേക്കൺ റീപ്ലേസ് വിത്ത് ഈക്വൽ. ഓക്കെ ഫൈനൽ മിൽക്കാണ് കിട്ടുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്? ഫൈനൽ മിൽക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മിക്സ്ഡ് അലിഗേഷൻ പഠിച്ചിട്ടുള്ളത്. മിൽക്ക് എടുത്തിട്ട്
ഈ വാട്ടർ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. വാട്ടറാണ് പുതുതായിട്ട് ആഡ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ആയിരിക്കും? അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ പുതുതായിട്ട് ഒഴിക്കാത്ത എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഫൈനൽ മിൽക്കിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഫൈനൽ മിൽക്കിന്റെ വാല്യൂ ഇത്രയായിരിക്കും, 120 ഇത്രയായിരിക്കും. വാട്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 120 എന്ത് ചെയ്യുന്നതായിരിക്കും? ഈ വാല്യൂ കുറയ്ക്കുന്നതായിരിക്കും. നമ്മുടെ ആൻസർ പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതായിരിക്കും. ഇതിന്റെ യൂണിറ്റ് എത്ര വരുന്നത്? 1, 9, 18, 8 അതായത് 8 കുറയുന്നു പറഞ്ഞാൽ എത്ര വരുന്നത്? ഏതോ ഒരു വാല്യൂ നിന്നും ഇവിടെ 0.8 കുറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 10 8 പോയി കഴിഞ്ഞാൽ 2 വരും. അതായത് 2 അവസാനിക്കും. നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതിന്റെ വാല്യൂ എന്തോ വരും. ഇതിന്റെ വാല്യൂ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 87.48 അങ്ങനെ ഒരു വാല്യൂ വരും. ഓക്കെ, അതാണ് വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ 120 അത് കുറയ്ക്കുന്നതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ യൂണിറ്റ് മാത്രം നോക്കിയത്. കാര്യം എന്താണ്? ഡിനോമിനേറ്ററിനകത്ത് 2 0 വരുന്നത്. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ മിക്സറിലുള്ള കാര്യങ്ങളും എല്ലാം. അടുത്ത ഏരിയസ് ഓഫ് സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ ഈക്വൽ ആണ്. സൈഡ് ഓഫ് സ്ക്വയർ എ ആണ്. ലെങ്ത് ഓഫ് റെക്ടാംഗിൾ 7 cm ഗ്രേറ്റർ ദാൻ എ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഇഫ് ദ വിഡ്ത് ഓഫ് ദ ട്രയാംഗിൾ റെക്ടാംഗിൾ ഈസ് 3 cm ലെസ് ദാൻ എ. ഓക്കെ, ഇവിടെ പെരിമീറ്റർ ആണ് ചോദിച്ചേക്കുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അതിന്റെ ലെങ്ത് ഇൻറ്റു 4 ആണ്. അതിന്റെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു 4 ആണ്. ഏരിയസ് ഓഫ് റെക്ടാംഗിൾ സ്ക്വയർ ഈക്വൽ ആണ്. സൈഡ് ഓഫ് സ്ക്വയർ എ ആണ്. അപ്പം എയുടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വരും. ആൻഡ് ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 7 cm ഗ്രേറ്റർ ദാൻ എ. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? a + 7 ആണ്. ഇഫ് ദ വിഡ്ത്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 3 cm ലെസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ a - 3 ആണ്. ഓക്കെ, വിഡ്ത്ത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എയുടെ വാല്യൂ എന്ത് വരും? ഇവിടെ a സ്ക്വയർ വരും. ഇവിടെ -3a, ഇവിടെ +7a. അപ്പോൾ a സ്ക്വയർ വെട്ടിപ്പോവും. ഇവിടെ 1 = അല്ലെ 1 ഇല്ലല്ലോ. ഇവിടെ a സ്ക്വയർ വെട്ടിപ്പോയി. 0 = ഇവിടുത്തെ a സ്ക്വയർ പോയി. ഇവിടെ 7a -3a അതായത് 4a -7 -21. എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 21/4 5.5. ഓക്കെ, അപ്പൊ നമുക്ക് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2 × L + B, a + 7 + a - 3 അതായത് 2a + 4. 2a + 4 എന്നുമ്പോൾ 11 2a + 4 അല്ലേ? 2a എന്ന് പറയുമ്പോൾ 11 + 4. ഓക്കെ, അതായത് 15 2 30 ആണല്ലോ വരുന്നത്. ഇതിൽ തെറ്റിയോ നമുക്ക്? എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു a + 7 അതായത് 12.21 ഓക്കെ 5.5 അല്ലല്ലോ 21/4 5.25 5.5 ഉണ്ടെങ്കിൽ 22/4. അവിടെയാണ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. കുഴപ്പമില്ല. 5.25 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 × 2a + 4 ആണ്. 2a എന്ന് പറയുമ്പോൾ 10.25 അല്ലെ 10.25 + 4 ആണ്. അതായത് 14.25 ഇരട്ടി 14 5.5 × 2 10.5 ആണ്. ഓക്കെ, അതായത് 14 ഇരട്ടി എത്ര വരും? 29. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏതായാലും ശ്രദ്ധിച്ചോളൂ. എക്സിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് ബി. ഓക്കെ, പിന്നെ ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ? x⁴ ആണെങ്കിൽ x² - 1/x² ആണ് വേണ്ടത്. ഇവിടെ എക്സ് ഇതിന്റെ ഡിഫറൻസ് സ്ക്വയറിന്റെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ് വരുന്നത്. 1/x എന്ന് പറഞ്ഞാൽ √5 - 2 ആണ്. x + 1/xന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? അല്ല x - 1/x ആണ്. x² അല്ല x + 1/x ആണ് കേട്ടോ. x² - 1/x പറഞ്ഞാൽ x + 1/x × x - 1/x ആണ്. ഓക്കെ, അപ്പൊ x + 1/x എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂട്ടുമ്പോൾ √5 ഉം √5 2√5 × x - 1/x എന്ന് പറയുമ്പോൾ √5 പോയി 4 എന്ന് വരും. അതായത് 8√5. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? ഇത് കാണുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ ഒരു ഡിഫറൻസ് ഒന്നാണെന്ന്. ഓക്കെ, പ്രൊസീഡ് ചെയ്തേ. കാണുമ്പോൾ തന്നെ 2304 നമ്മൾ ഒരുപാട് കണ്ടുള്ളൂ. 48 സ്ക്വയറാണ് എന്ന് പറഞ്ഞാൽ 50 സ്ക്വയറാണ്. 48 സ്ക്വയർ 50 സ്ക്വയറാണ്. അതായത് 2 വർഷം കൊണ്ട്. അപ്പം ഒരു വർഷം കൊണ്ട് എന്തായിരിക്കും? ഇതിന്റെ റൂട്ട് ആയിരിക്കും. അതായത് 48 50 48 50 എന്ന് പറഞ്ഞാൽ 24 25 അല്ലെ? 48 സ്ക്വയർ ആണ്. 48 സ്ക്വയർ 50 ഒരു വർഷം 48 50 ആണ് ആവുന്നത്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് വാട്ട് വിൽ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം സം 2400 എടുത്ത സെയിം റേറ്റ് ഓഫ് 3 ഇയേഴ്സ്. 3 ഇയേഴ്സിൽ എന്താ സംഭവിക്കുന്നത്? 48 50 എന്ന് പറഞ്ഞാൽ എത്ര അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, 48-ന് 2 രൂപയാണ് ഇൻട്രസ്റ്റ്. 48 ഇൻട്രസ്റ്റ് 2 രൂപയാണ്. അപ്പൊ 48 × 50 എഴുതിയിരിക്കുന്നത് 48 × 50 എഴുതിയിരിക്കുന്നത് 50 ആണ് എഴുതിയിരിക്കുന്നത്. 48-ന് ഒരു വർഷം 2 രൂപയാണ്. അപ്പം 48 × 5 ആണ് 240. അത് × 50 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. × 50 എന്ന് പറഞ്ഞാൽ 2400 ആണ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് എത്ര വരും? ഒരു വർഷത്തെ 2 × 50 100 വരും. അങ്ങനെ എത്ര വർഷമുണ്ട്? 3 വർഷമുണ്ട്. ഒരു വർഷം 100 ഇൻട്രസ്റ്റ് വന്നാൽ 3 വർഷം എത്ര ഉണ്ട്? 300 ഇൻട്രസ്റ്റ്. വേറെ ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കണ്ടുപിടിക്കും. ഇതാണ് പ്രാക്ടിക്കൽ. ഇത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ പോകും. ഞാൻ ഉറപ്പ്.
നിങ്ങൾക്ക് അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ബേസിക് അറിയാവുന്നവർക്ക് ഇത് ബേസിക് വഴിയൊക്കെ ചെയ്യാം. ഓക്കെ, അത് ഞാൻ ഇനി ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. ബേസിക് പഠിപ്പിക്കാനല്ല ഞാൻ ഈ ഒരു ലൈവ് മോക്കിന് സൊല്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, എക്സാമിന് നിങ്ങൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഈ മെത്തേഡ്സ് ഒക്കെ എന്താണ് ഗോൾഡൻ മെത്തേഡ്സ് ആണ്. ഇങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം നിങ്ങളുടെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേറൊരു ലെവലിലോട്ട് മാറും. ABC ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തു, അത്രേ. അവരുടെ റേഷ്യോ കാണുമ്പോൾ തന്നെ 2 0 കളഞ്ഞു, 10 12, 2 വെച്ചിട്ട് 10 12 9, ഇതാണ് റേഷ്യോ. ബി വർക്കിംഗ് പാർട്ണറാണ്, 15% ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. റിമൈനിങ് പ്രോഫിറ്റ് ആണ് റേഷ്യോയിൽ എന്ത് ചെയ്യുന്നത്, ഈ റേഷ്യോയിൽ അവർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പേര് മനസ്സിലായി. ഇനി മണി റിസീവ്ഡ് ബൈ സി ഇത്രയാണ്, ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ സി കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടൽ പ്രോഫിറ്റിന്റെ 85%, അതായത് 17/20ന്റെ 9 എത്ര 21 10 31, ഇത്രയും പാർട്ടായിരിക്കും ആർക്ക് കിട്ടുന്നത്, നമുക്ക് സി കിട്ടുന്നത്. എന്റെ വാല്യൂ ആണ് 145 35. കാര്യം എന്താ, എന്തുകൊണ്ട് ഇവിടെ 85 എടുത്ത്, 15% ടോട്ടൽ പ്രോഫിറ്റ് ആർക്ക് പോവാ, നമ്മുടെ ബിക്ക് പോവാ. അപ്പൊ അതിന്റെ ബാക്കി 85% ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എന്താണ് ഈ ടോട്ടലിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ആൻസർ 31ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 31ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കിയാൽ മതിയോ, അത് മതി. 30ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 31, അതുപോലെ 31 കാണും. ഓക്കെ, ഡിവിഷൻ വേണം വേണ്ട, 30ന്റെ മൾട്ടിപ്പിൾ നോക്കാം. 31 ബാക്കി എത്ര 20 27 277 31ന്റെ മൾട്ടിപ്പിൾ ഒറ്റൊന്നും കണ്ടുപിടിച്ചാൽ മതി. 31 ഗുണം 7 എന്ന് വെച്ചാൽ 210 8 9 9 അതെ 9 279 30ന്റെ മൾട്ടിപ്പിൾ, അതായത് 589 എന്താണ് 31ന്റെ മൾട്ടിപ്പിൾ. കാര്യം 31 279 വരും. ഓക്കെ, 539 ഒരിക്കലും ഒന്നല്ല, 39 അല്ല 537 39ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. 30ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ബി ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ 31ന്റെ മൾട്ടിപ്പിൾ ഒക്കെ ചെയ്യണമെങ്കിൽ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെയിം ആസ് ദ നമ്പർ x റേഷ്യോ 11. x റേഷ്യോ 11 x റേഷ്യോ 1 എന്ന് പറഞ്ഞാൽ x റേഷ്യോ 10 ആണ്, ഇതല്ല. x റേഷ്യോ 11 x എന്ന് പറഞ്ഞാൽ x റേഷ്യോ 12 ആണ്, ഇതല്ല. x റേഷ്യോ 15 x റേഷ്യോ 4 എന്ന് പറഞ്ഞാൽ x റേഷ്യോ 15 - 4 x റേഷ്യോ 1 എന്നാണ്. ഓപ്ഷൻ സി നമുക്ക് കൊടുക്കുക. a റേഷ്യോ m ഡിവൈഡഡ് ബൈ a റേഷ്യോ n എന്ന് പറഞ്ഞാൽ a റേഷ്യോ m - n ആണ്. ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഐസോസെൽസ് ട്രയാങ്കിളിൽ അത് എ ബിയും ബി സി ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ആ ഈക്വൽ ആയിട്ടുള്ള സൈഡുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, എ ബിയും അതേപോലെ ബി സി. ഓക്കെ, എ ബിയും ബി സി ഈക്വൽ ആണ്. ഡി ഇസ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ സി ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഓക്കെ, ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീഡിയൻ ആണ്. ഓക്കെ, എ ഡി എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അത് മീഡിയൻ ആണ്. ഓക്കെ, ഈക്വൽ പാർട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബി ഡിയുടെ വാല്യൂ വന്നിട്ടുണ്ട് 2√55. ബി ഡി 2√55 ആണ്. എ സിയുടെ വാല്യൂ വന്നിട്ടുണ്ട് എത്രയാണ്, എ സി മൊത്തത്തിൽ 12 ആണ്. ഇത് 6 ആണ്. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. നമുക്ക് എന്ത് വേണം, ആ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ എന്ത് വേണം, ആരും. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഐസോസെൽസ് ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് പെർപെൻഡിക്കുലർ കൂടായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. പെർപെൻഡിക്കുലറും മീഡിയനും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് 90 ഡിഗ്രി വന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ എ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, എ ബി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടൻസ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 അധികം 2√55ന്റെ സ്ക്വയർ എത്രയാണ്, 4 55 റൂട്ട് 55 സ്ക്വയർ 55 55 4 55 4 എന്ന് പറയുമ്പോൾ 220. ഓക്കെ, 256 റൂട്ട് 16 ആണ് എന്ന് പറയുന്നത്. നമ്മുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 16 32 12 44 കിട്ടും. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പൊ എന്താ പറയുക, ഇഫക്റ്റ് ഹൂസ് ലെങ്ത് ഓഫ് ഡയഗണൽ റൂട്ട് 48. റൂട്ട് 48 എന്ന് പറയുമ്പോൾ 16 ഗുണം 3 ആണ്. എന്ന് പറഞ്ഞാൽ 4√3 ആണ്. അതായത് ഒരു ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ a√3 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ സൈഡാണ്. അപ്പോൾ ഇതിന്റെ സൈഡ് എന്താണ്, 4 ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ a ക്യൂബ് ആണ്. 4 ക്യൂബ് എത്രയാണ്, 64 ഓപ്ഷൻസ്. ഇതൊക്കെ പേന എടുക്കാതെ എന്ത് ചെയ്യണം, പടപടാന്ന് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒലിവുകൊണ്ട് ആ ഒരു 18 മിനിറ്റിലെ 25 ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതായിരിക്കണം നിങ്ങളുടെ ഫൈനൽ. നിങ്ങൾ പഠിച്ച ഒരാളുടെ മെത്തേഡ് ആവറേജിൽ നിന്നുള്ള ആൾക്കാർ ബെസ്റ്റ് പ്രോ ലെവലിലോട്ട് വരാം. ഇനി പ്രോ ലെവലിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് നോക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം 20 മിനിറ്റിനകത്ത് 15 മിനിറ്റിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ ബിഗിനർ ആയിട്ടുള്ളവർ ക്ലാസ്സുകൾ കണ്ട് ഈ ഒരു ലെവലിൽ എത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ നോട്ടുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കുമായിട്ട്, കേരളത്തിലുള്ള എല്ലാവർക്കുമായിട്ട് ഇത്രയും ക്വാളിറ്റി ക്ലാസ് നമ്മൾ ഇടുന്നു. അത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് പറയാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.